ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി നാടൻ ലഞ്ച് ഉണ്ടാക്കാൻ പോവുകയാണ്. എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ നാടൻ ലഞ്ച്. എനിക്കും നാടൻ രീതിയിലുള്ള ഭക്ഷണം തന്നെ ഇഷ്ടം. നമ്മുടെ വീട്ടിൽ മിക്കവാറും നാടൻ ലഞ്ച് തന്നെയാണ്. അല്ലാണ്ട് വിശേഷ അവസരങ്ങളിൽ മാത്രമേ ഉള്ളൂ ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിഥികളൊക്കെ വരുമ്പോൾ ജനറലി ഇവിടെ നാടനാണ് ഞങ്ങളുടെ ഒരു റൊട്ടീൻ എല്ലാ ദിവസവും. അപ്പോൾ ഇന്നത്തെ നാടൻ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് സാധാ കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ചക്കയും മാങ്ങയൊക്കെ ഉള്ള സീസൺ ആയതുകൊണ്ട് ഒരു ചക്ക കിട്ടിയിരുന്നു. പച്ചച്ചക്ക വെച്ചിട്ടൊരു എരിശ്ശേരി ഉണ്ടാക്കാൻ പോകുന്നു. എരിശ്ശേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചക്ക എരിശ്ശേരി. എനിക്ക് ഈ കപ്പ, അതായത് മരിച്ചീനി, ചക്ക, ഇതൊക്കെ എൻ്റെ ഫേവറേറ്റാണ്. അതാണ് ഒരു കാര്യം. പിന്നെ ഞാൻ വിചാരിക്കുന്നു ഒരു പരിപ്പ് കൊണ്ടൊരു തീയൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് വൺ മോർ ഐറ്റം പ്ലാനിലുണ്ട്. അതായത് ഈ ചക്ക എരിശ്ശേരിക്ക് നല്ലൊരു കോംബോ ആണ്, അല്ലെങ്കിൽ കോമ്പിനേഷനാണ് പച്ചടി. അതായത് പച്ചമാങ്ങ പച്ചടി. പച്ചമാങ്ങയും കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ചെയ്യാം. ഓക്കെ, തുടങ്ങിയാലും. ചോറൊക്കെ റെഡിയാണ്. പിന്നെ നമ്മുടെ സാമ്പാർ പരിപ്പ് ഒരു 3/4 കപ്പ് എടുത്തിട്ട് വെള്ളത്തിൽ കുതിരാനായിട്ട് ഒരു അരമണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വയ്ക്കുക. അപ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ വേകും. നമ്മൾ കുക്കറൊന്നും ഉപയോഗിച്ചിട്ട് അല്ല ചെയ്യുന്നത്. കാര്യം വെന്ത് പേസ്റ്റ് ആകണ്ട, കറക്റ്റ് പാകത്തിന് ഇങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിൽ പരിപ്പ് കിട്ടണം. അതിനാണെങ്കിൽ ഞാനിപ്പോൾ കൽച്ചട്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് തുടങ്ങി. ഇനി ഇതൊരു അരമണിക്കൂർ മുമ്പ് കുതിരാൻ വെച്ച സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ തോരൻ പരിപ്പ് എന്ന് പറയില്ലേ. അപ്പോൾ ഒന്ന് കുതിർന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് വേകും. ഇത് ഏകദേശം തിളയ്ക്കാറായ വെള്ളമാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പരിപ്പ് തീയലാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യം വേണമെങ്കിലും എക്സ്ട്രാ ചേർക്കാം. താളൊക്കെ ഉണ്ടെങ്കിൽ താളും പരിപ്പും കൂടെ ചേർത്ത് തീയൽ വയ്ക്കും. എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ ഇരുന്ന താള് കേടായിപ്പോയി. അതുകൊണ്ട് പരിപ്പ് മാത്രം മതിയെന്ന് തീരുമാനമെടുത്തു. ലാസ്റ്റ് മിനിറ്റ്. കൊച്ചുള്ളിയും കൂടി ചേർക്കാം. ഇച്ചിരി വലിയ കൊച്ചുള്ളി ആയതുകൊണ്ട് കൊച്ചുള്ളി എന്ന് പേര് മാത്രമേ ഉള്ളൂ, വലിപ്പം കൂടുതലാണ്. ചെറുതാണെങ്കിൽ ഒരു 20 എണ്ണം വരെ ഇടാം, 15 മുതൽ 20. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 10-12 എണ്ണം ഇടുമ്പോൾ തന്നെ 20ൻ്റെ ഫലം കിട്ടും. ഓക്കെ, ഇനി ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കട്ടെ. കുറച്ച് ഉപ്പും കൂടി ആകാം. ഇനി നന്നായിട്ട് തിളയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഈ കൽച്ചട്ടി ആകുമ്പോൾ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നല്ല ചൂടിങ്ങനെ നിലനിൽക്കും. അതിൽ കടന്ന് പെട്ടെന്ന് വേകും. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പിന് വേണ്ട തേങ്ങയൊക്കെ വറുത്തെടുക്കാം. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാൻ പോകണം. ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റാം. എന്നിട്ട് തേങ്ങ വറുക്കാം. നന്നായിട്ട് തിള വന്നു കഴിയും. ഇനി ഇത് തിളക്കട്ടെ. ചെറിയ തീയിലിട്ടേക്കാം. ഇതിപ്പോൾ ഒരു 2 കപ്പ് തേങ്ങ ചിരകി. ഇത് നല്ല ഉണക്കത്തേങ്ങയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തീയലിന് ബെസ്റ്റായിരിക്കും. അങ്ങനെ 2 കപ്പ് തേങ്ങ ചിരകിയത്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്തിട്ട് നമുക്ക് വറുത്ത് തുടങ്ങും. ഒരു 4 കൊച്ചുള്ളി നീളത്തിന് അരിഞ്ഞിട്ട് ഇതുപോലെ തേങ്ങയുടെ കൂടെ ചേർക്കണം. ഇതിപ്പോൾ വലിയ കൊച്ചുള്ളി ആയതുകൊണ്ട് 4 എന്നുള്ളത് ഞാൻ 2-3 ചുരുക്കുന്നു. ഓക്കെ, ഇതിപ്പോൾ മീഡിയം സൈസ് 3 എടുത്തു. ഇല്ലെങ്കിൽ 4, ചെറുതാണെങ്കിൽ 4-5 ആകാം. അതുപോലെ വെളുത്തുള്ളി അല്ലി 2 എടുക്കുക. ഇത് വലിയ വെളുത്തുള്ളിയാണ്, അതുകൊണ്ട് അതിനെ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് ഒരു 4-5 പീസായിട്ട് 2 വെളുത്തുള്ളി വലുത്. ചെറുതാണെങ്കിൽ ഒരു 4-5 എണ്ണം. ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകം, 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെയാണ്. ആദ്യം എണ്ണയൊന്നും ചേർക്കണ്ട, ഡ്രൈ ഫ്രൈ. ഇനി കൈയെടുക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഒരു ഈർപ്പമൊക്കെ മാറി കുറച്ച് ഡ്രൈ ആയി തുടങ്ങട്ടെ. ഒരു 1/2 ടീസ്പൂൺ ഹോൾ പെപ്പർ, മുഴുവൻ കുരുമുളക്. തൽക്കാലം ഇത്രയും കാര്യങ്ങൾ മതി. ഇനി ഇതൊന്ന് ശരിയായി വരട്ടെ, മുരിയട്ടെ നന്നായിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. നല്ലൊരു ക്രിസ്പി ബ്രൗൺ ആയിട്ട് വരട്ടെ. നമ്മൾ ലാസ്റ്റാണ് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടത്. ഏറ്റവും ലാസ്റ്റ് ചേർത്താൽ മതി. പുളി നമുക്ക് ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കാം. പുളി ഇതിൻ്റെ കൂടെ കിടന്ന് വറുക്കട്ടെ. ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ പരിപ്പ് വിത്ത് ഉള്ളി, മഞ്ഞൾപ്പൊടി, ഉപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കുന്നുണ്ട്, അത് ഇടയ്ക്ക് നോക്കുന്നുണ്ട്. അത് കറക്റ്റ് പാകത്തിന് വെന്ത് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിടാം. ഇനി ഇച്ചിരി പുളിയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി അങ്ങനെ ഇളക്കിയിട്ട് കൊടുത്താൽ ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് ചൂടായി കഴിഞ്ഞാൽ ഇതും പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റാകുന്ന കൂട്ടത്തിലാണ്. ഞാനിപ്പോൾ ഈ ഉപയോഗിക്കുന്ന 2 പാത്രവും ആരോഗ്യത്തിന് വളരെ വളരെ നല്ലതാണ്. ഒന്ന് ഇരുമ്പ്, രണ്ടാമത്തത് കൽച്ചട്ടി. ഇപ്പോൾ ഇത് നോക്കിയാൽ കുറച്ച് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. കളറെല്ലാം മാറി തുടങ്ങുന്നു. എന്തായാലും ഇതിനകത്തുള്ള വെള്ളമൊക്കെ വലിഞ്ഞു. ഒരു ചെറിയ കളർ ഡിഫറൻസ് വന്നു. ഈ ഒരു സ്റ്റേജിൽ നമ്മളൊരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനത് എപ്പോഴും ചെയ്യുന്നതാണ്. ഈ ഒരു തീയലിന് വറുക്കുമ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വരെ ആകാം വെളിച്ചെണ്ണ.
അപ്പോൾ ഇത് കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ നല്ലതായിട്ട് മൂത്ത് കിട്ടും. ഈ ഒരു സ്റ്റേജിൽ ചേർത്താൽ മതി. ഇതുപോലെ നോക്കിയാൽ കളറെല്ലാം മാറി തുടങ്ങി. ഇനിയും കളർ കുറച്ചുകൂടി മാറാനുണ്ട്. ഉള്ളി, വെളുത്തുള്ളി മുതലായ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഒന്ന് മൂക്കണം. അപ്പോൾ എല്ലാം പാകം. അപ്പോൾ ഏതാണ്ട് നല്ല പാകത്തിന് നല്ല ഡാർക്ക് ബ്രൗൺ ആയി മൂത്ത് കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്തിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്തരം കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ചൂട് മതി. ബാക്കി കാര്യങ്ങൾക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. 1/2 ടീസ്പൂണോളം നമ്മൾ പരിപ്പിൻ്റെ കൂടെ ചേർത്തു. ഇനി മുളക്, പിരിയൻ മുളകിൻ്റെ പൊടി. അപ്പോൾ എരിവിനനുസരിച്ചിട്ടാണെങ്കിൽ ഈ ഒരു അളവിന് 1.5 ടേബിൾ സ്പൂൺ ഞാൻ ചേർക്കുന്നു. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഏകദേശം 1 ടേബിൾ സ്പൂൺ എന്ന് പറയാം. 3/4 മുതൽ 1 ടേബിൾ സ്പൂൺ വരെയാണ്. തീ ഓഫ് ചെയ്യണം. ഈ ചൂട് കൊണ്ട് തന്നെ ഇത് പാകത്തിന് മൂത്ത് കിട്ടും. മതി, ഇത്രേ ആവശ്യമുള്ളൂ. ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് അല്പം ഒന്ന് തണുത്തിട്ട് മിക്സി ഉപയോഗിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ, മഷി പോലെ അരച്ചെടുക്കാം. വെള്ളം തൊടാതെ അരച്ചാൽ ഏറ്റവും നല്ലതാണ്. പക്ഷേ മിക്സിയിൽ വെള്ളം അരയ്ക്കുമ്പോൾ കുറേ കൂടി സമയം എടുക്കും. കല്ലിൽ വെച്ചാണെങ്കിൽ ഭംഗിയായിട്ട് അരച്ചെടുക്കാൻ പറ്റും, ഭംഗിയായിട്ട്. പക്ഷേ വേണ്ട, ഇച്ചിരി വെള്ളം ഒഴിച്ചാണെങ്കിൽ നമുക്ക് അരയ്ക്കാം. വെള്ളം തൊടാതെ അരച്ചാൽ ഒരുപാട് എണ്ണ ഇങ്ങനെ കിനിഞ്ഞ് വരുന്ന കാണാം. പരിപ്പ് കറക്റ്റ് പാകത്തിന് വേണ്ടി തീ ഓഫ് ചെയ്തിരുന്നു. ഇത് നോക്കിയാൽ കാണിച്ചു തരാം. ഇതുപോലെ തന്നെ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷേ കുഴഞ്ഞ് മറിഞ്ഞ് പോകാനും പാടില്ല. ഉള്ളിയും ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞു. ഇത് തീ ഓഫ് ചെയ്തിടാം. എന്നിട്ട് അരപ്പ് വന്നിട്ട് മിക്സ് ചെയ്യാം. ഇത് തണുക്കാനായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ ഈ ചീനച്ചട്ടിയുടെ ചൂടിലിരുന്ന് പിന്നെയും മൂത്ത് അത് വേണ്ട, നമ്മുടെ പാകം തെറ്റും. അല്പം ഒന്ന് തണുക്കട്ടെ. അപ്പോൾ തീയലിൻ്റെ അരപ്പ് റെഡിയാക്കാം. അതായത് ആദ്യം നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കണ്ട. ജസ്റ്റ് ഇത് നല്ല കരിപ്പായിട്ടാണ് വറുത്ത് വെച്ചിരിക്കുന്നത്. അത് കാരണം ഒന്ന് പൊടിക്കാം. നമ്മുടെ ചമ്മന്തിപ്പൊടിയെല്ലാം എങ്ങനെയാണോ അതുപോലെ വരും. ഉണ്ടോ? ഇനി ഇത് കുറച്ചുകൂടി പൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എണ്ണ ഇറങ്ങി വരും. അത്രയും കൂടി ഒന്നുകൂടി ആക്കാം. അപ്പോൾ കുറച്ചുകൂടി ഓയിൽ ഇങ്ങനെ വരുന്നൊരു സ്റ്റേജാവും. അത് കഴിഞ്ഞിട്ടാണ് വേണമെങ്കിൽ ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കണം. അപ്പോൾ കുറച്ചൊക്കെ എണ്ണ ഇങ്ങനെ തെളിയുന്ന പോലെ കിട്ടും. യെസ്, താഴ്ഭാഗത്തൊക്കെ നോക്കി എണ്ണ ഇങ്ങനെ വരാനായിട്ട് തുടങ്ങുന്നു. കട്ട ആ ഒരു സ്റ്റേജിലേക്ക് എത്തി. ഇനി വേണമെങ്കിൽ ഒന്നുകൂടി ഒന്നടിക്കാം. എന്നിട്ട് മതി വെള്ളം ചേർക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇനി വെള്ളം ഇല്ലാണ്ട് വേണമെങ്കിൽ ഇനി കുറച്ച് നേരം കൂടി ഇങ്ങനെ ഇളക്കി നമ്മൾ പൊടിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അങ്ങനെ കുഴഞ്ഞ രീതിയിൽ അരഞ്ഞ് വരും. എന്നിട്ട് പിന്നെ അതുപോലെ അങ്ങനെ ചേർത്താലും നല്ല എണ്ണ തെളിയുന്ന പോലെ കിട്ടും. ഇതിപ്പോൾ ശരിക്കും നല്ല ചമ്മന്തിപ്പൊടിയുടെ മണം, ആ ഒരു മണമാണ് ഇപ്പോൾ എനിക്ക് കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ ഏകദേശം നല്ലതായിട്ട് പൊടിഞ്ഞ് റെഡിയായി വന്നു. എണ്ണ തെളിഞ്ഞ് വരുന്ന പോലെ ആയിട്ടുണ്ട്. ഇനി ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അരയ്ക്കാൻ പോകും. ഞാൻ പറഞ്ഞില്ലേ, വെള്ളം ഇല്ലാണ്ട് ചെയ്യാം. ഇത് കുറച്ചുകൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ട് അങ്ങനെ തന്നെ ചേർക്കാം. അപ്പോൾ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കും. ഇത് ഇച്ചിരി എണ്ണ ഡൗൺ ആവും വെള്ളം ചേർക്കുമ്പോൾ. പരിപ്പ് റെഡി. പരിപ്പും ഉള്ളിയെല്ലാം സെറ്റ്. ഓക്കെ, തീയലിൻ്റെ അരപ്പ് ഇനി ഇതിലേക്ക് മാറ്റാം. ഇനി മിക്സിയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ കല്ല് കഴുകി വെള്ളം എടുക്കാമെന്ന് പറയില്ലേ, അതേപോലെ ഇപ്പം മിക്സിയുടെ ബൗള് കഴുകി വെള്ളം എടുക്കും. ആ വെള്ളം, അരപ്പ് വെള്ളം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പരിപ്പ് തീയൽ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അടുപ്പ് വീണ്ടും കത്തിച്ചിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തിട്ടിരിക്കുമായിരുന്നു. പരിപ്പ് കറക്റ്റ് വേഗിന് വെന്ത് കഴിഞ്ഞപ്പോൾ ഇനി വീണ്ടും അടുപ്പ് കത്തിച്ചു. ചെറുതായിട്ട് ചൂടായി തുടങ്ങി. ഇനി ഇതേ നമ്മുടെ മിക്സിയുടെ ബൗൾ കഴുകി വേണം.
അപ്പോൾ എത്ര ചാറ് വേണോ അതനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ചേർക്കാം, ഒരു കുഴപ്പമില്ല. പരിപ്പ് വേവിക്കാൻ നേരം ഇച്ചിരി ഉപ്പ് ചേർത്തു, പക്ഷെ അത് പോരാ, ഇനി കുറച്ച് ഉപ്പും കൂടി വേണ്ടി വരും. ഇപ്പോൾ പുളിയെല്ലാം ചേർത്ത് അരപ്പാണല്ലോ. പരിപ്പ് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റണം, അത്രേ ഉള്ളൂ, കലങ്ങി പോരുത്. കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. വീണ്ടും തിള വരാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മുടെ തീയലിവിടെ ഒരു സൈഡിൽ തിളച്ചുകൊണ്ടിരിക്കുന്നു. അതിങ്ങനെ തിള വന്നു കഴിഞ്ഞിട്ട് ചെറിയ തീയിലേക്ക് മാറ്റാം. തിള വന്നു ആക്ച്വലി പറഞ്ഞാൽ. അപ്പോൾ ചെറിയ തീയിലേക്ക് മാറ്റുമ്പോൾ ഇങ്ങനെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും തീയലിങ്ങനെ. അപ്പോൾ ഇതിങ്ങനെ തിക്കായിട്ടുള്ള തീയൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ നേരം ഇട്ട് വറ്റിച്ച് എടുക്കാം. അതല്ല നമുക്ക് ഒഴിച്ച് കഴിക്കുന്ന ഭാഗമാണെങ്കിൽ കുറച്ച് ലൂസായിട്ട് എടുക്കാം. എങ്ങനെ വേണമെങ്കിലും ആകാം. ഇത് മതി. ഇനി ഇത് താളിച്ചൊഴിച്ചാൽ മാത്രം മതി. ഞാൻ ഒരുപാട് തിക്കാക്കുന്നില്ല. ഉപ്പ് നോക്കട്ടെ. എല്ലാം കറക്റ്റ്. ഇനി താളിപ്പ് മാത്രം ബാക്കി. കുറച്ച് വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണയിൽ തന്നെ താളിക്കും. എന്തായാലും കുറച്ച് എണ്ണയൊക്കെ ഉണ്ട് അരപ്പിൽ, പക്ഷേ എങ്കിലും കുറച്ച് എണ്ണ ഒഴിച്ചല്ലേ നമ്മളെപ്പോഴും ചെയ്യുക. 1 ടീസ്പൂൺ കടുകും ഓഫ് ചെയ്യുന്നു. റെഡി. നേരെ കറിയുടെ മുകളിലേക്ക്. ഓക്കെ. ആഹാ, ഈ ഒരു മണമാണ് മണം. താളിക്കുന്ന ഒരു പ്രത്യേക ഫ്ലേവറും കാണാനുള്ള ഭംഗി നോക്കി, ഗംഭീരം. ഇനി ആ താളിച്ചൊഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കാം. താളിപ്പിൻ്റെ രുചി കറിയിലേക്ക് ഇറങ്ങണം. എന്നിട്ട് അടച്ചങ്ങോട്ട് മാറ്റി വയ്ക്കാം. കഴിക്കാൻ നേരത്ത് മാത്രം ഇനി ഇത് ഓപ്പൺ ചെയ്താൽ മതി. അടിപൊളിയായിട്ടുള്ള നമ്മുടെ പരിപ്പ് തീയൽ റെഡി. നൈസ്, കൊള്ളാട്ടെ. അപ്പോൾ ചക്ക എരിശ്ശേരിക്ക് വേണ്ട പച്ചച്ചക്ക ഇവിടെ റെഡി. പീസസായിട്ട് മുറിക്കാം, റൗണ്ട്. ഏതാണ്ടൊരു എണ്ണം പറയാം, ഏകദേശം ഒരു 25-30 ചക്കയുടെ പീസസ് എടുത്തിട്ടുണ്ട്. ചക്കയുടെ പീസസ് ഇത് വെന്ത് കഴിയുമ്പോൾ വാടി കുഴഞ്ഞ് വരും, അന്നേരം കുറയും. അങ്ങനെ ചക്കക്കുരുവും പീസസ് ആക്കുന്നു. ചക്കയുടെ കൂടെ ചേർത്ത് വേവിക്കാം. ഈ ചക്കയുടെ കൂടെ ചക്കക്കുരു അത് അടിഭാഗത്തായിട്ട് അതിങ്ങനെ കുഴിച്ച് വയ്ക്കാം. ചക്കക്കുരുവിനെ താഴെ കൊണ്ടുപോകാം. ചക്കയുടെ പീസൊക്കെ മുകളിലേക്ക് വരട്ടെ. ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കും. ചക്കയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങും, അത് ആവിയിലാണ് വേകുന്നത്. കുറച്ച് വെള്ളം, ചക്കക്കുരുവും കൂടി വേകണം എന്നുള്ളത് കൊണ്ടുള്ള വെള്ളം. ഇതിലേക്കൊരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് 1/4 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി ഇങ്ങനെ മുകളിലായിട്ട് ഇട്ടിട്ടേ ഉള്ളൂ. ഒരു ആവിയെല്ലാം വന്നു കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പാത്രം ഒന്ന് അടച്ച്. അപ്പോൾ ഏകദേശം ഒരു കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ച തേങ്ങയാണ് ഏറ്റവും നല്ലത്. ഒരല്പം അത്ര പച്ചയല്ല, പക്ഷേ സാരമില്ല. ഒരു ചെറിയ അല്ലിയാണെങ്കിൽ ഒരു 4 അല്ലി വെളുത്തുള്ളി. ഇതിപ്പോൾ വലുതായതുകൊണ്ട് ഞാൻ ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതിനെ മുറിച്ച് വെച്ചിരിക്കുക. 2 പച്ചമുളകും, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം. ഇതൊന്ന് അരച്ചെടുക്കാം തരിതരിപ്പായിട്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കഴിഞ്ഞു ചക്കയിൽ. ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ അത്ര മതി. ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. നമ്മൾ എരിശ്ശേരിക്കൊക്കെ എടുക്കുന്ന ആ പാകം. അടപ്പൊന്ന് പൊക്കി നോക്കട്ടെ ചക്കയുടെ പാകം എന്തായിന്ന്. ചെറുതായിട്ട് ആവിയൊക്കെ വന്നു തുടങ്ങി. ഇനി ഇതിനകത്ത് ഒരല്പം, ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നു. അത്ര മതി. സാധാരണ അങ്ങനെ എല്ലാവരും ചേർക്കാറില്ല, പക്ഷേ എനിക്കൊരു യെല്ലോ ഒന്ന് കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഇനി ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം.
ആവി വന്ന സ്ഥിതിക്ക് ഇനി നമുക്ക് ഇളക്കാമല്ലോ. കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. വെള്ളം വറ്റി. ഈ ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെള്ളം വറ്റും. ചക്ക അവിയലൊക്കെ ചെയ്യുകയാണെങ്കിൽ അധികം വെള്ളം വേണ്ട. ഇതിപ്പോൾ എരിശ്ശേരി ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല, വെള്ളം വേണം. അപ്പോൾ ഏകദേശം ഒരു 2 കപ്പ് വെള്ളം ഉപയോഗിച്ചു എന്ന് പറയാം. ഒന്നുകൂടി വേകാനുണ്ട്, ചക്കക്കുരുവൊക്കെ വേകണമല്ലോ. എല്ലാം കൂടി വീണ്ടും അടച്ചിടും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഏകദേശം 2-3 കപ്പ് വെള്ളം വേണ്ടി വരും വെന്ത് കിട്ടാനായിട്ട്. ബിക്കോസ് അത് ചക്കക്കുരു എല്ലാം വേകണമല്ലോ. പിന്നെ ഇത് ഇച്ചിരി വെന്തുടഞ്ഞിരിക്കുന്നതാണ് നല്ലത്. എരിശ്ശേരിയല്ലേ ഇങ്ങനെ കോരി കഴിക്കുന്നത്. അപ്പോൾ അരപ്പും റെഡിയാണ്. അപ്പോൾ എരിശ്ശേരിയുടെ പാർട്ട് കഴിഞ്ഞു. ഇനി അത് റെഡിയാകുന്നു, അരപ്പ് ചേർത്ത് ഇളക്കുന്നു, പിന്നെ താളിക്കില്ല. ഇത്രയൊക്കെ ഉള്ളൂ. ചക്ക എരിശ്ശേരിയുടെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ വെന്ത് തുടങ്ങുന്നു. ചക്കക്കുരു കൂടി വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ആ ഒരു പാകം ആയി വരണം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, അരപ്പും കൂടി ചേർത്തിട്ട് അടച്ചിടാം. അപ്പോൾ അരപ്പിൻ്റെ പച്ചച്ചുവയൊക്കെ മാറും. ഇതിലിങ്ങനെ കിടക്കട്ടെ, അവസാനം ഇളക്കാം. കുറച്ച് വെള്ളം. ഓക്കെ, എരിശ്ശേരിയുടെ അരപ്പൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് കിടന്നിട്ട് എല്ലാം കൂടി ഒന്ന് വേകട്ടെ. ഇനി ഉപ്പ് നമ്മൾ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് ഉടയാനുണ്ട്. കുറച്ചുകൂടെ ഒന്ന് കുഴഞ്ഞ് വരും. ഇതിന് അല്പം ഉപ്പും കൂടി എക്സ്ട്രാ. തീ ഒരല്പം കുറച്ച് കൊടുക്കാം, അങ്ങനെ കിടക്കട്ടെ. ചക്ക എരിശ്ശേരി റെഡി. ഇത് കുഴഞ്ഞ് വന്നിട്ടുണ്ട് ഉണ്ടല്ലോ. ചക്കക്കുരു എല്ലാം പാകത്തിന് വെന്തു. ചക്കയുടെ പീസ് നല്ല വെന്ത് കുഴഞ്ഞു. പിന്നെ കുഴമ്പ് പോലെ ആയിരിക്കും. ഇനി ഈ ചട്ടിയിലിരുന്ന് കുറച്ചുകൂടി ഒന്ന് വെറ്റുമല്ലോ. ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് താളിച്ചൊഴിക്കും. ചക്ക എരിശ്ശേരിയുടെ താളിപ്പെന്ന് പറഞ്ഞാൽ ഇത് വ്യത്യാസമാണ്. കാര്യം കടുക്, പച്ചമുളക്, കറിവേപ്പില അത് കോമൺ ആണ്. പക്ഷേ ഇതിൽ കുറച്ച് തേങ്ങയും കൂടെ വറുത്തിടും. തേങ്ങയും കൂടി നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കി വറുത്തിടും. അതാണ് അതിൻ്റെ ടേസ്റ്റ്. അത് ചെയ്താലോ? ചെയ്യാൻ പോണു. അപ്പോൾ ചക്ക എരിശ്ശേരിക്ക് വേണ്ട താളിപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഒരു 1-1.5 ടേബിൾ സ്പൂൺ ആകാം. 1 ടീസ്പൂൺ കടുക്, കറിവേപ്പില, തേങ്ങ എത്ര ഇട്ടാലും ടേസ്റ്റ് തന്നെയാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു അരക്കപ്പോളം തേങ്ങ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആക്കി മുരിച്ച ചക്ക എരിശ്ശേരിയുടെ മുകളിലായിട്ട് ഇടാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ, അതായത് നല്ല കരുകരുപ്പായിട്ട് തേങ്ങ നോക്കണം. കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ മൂത്ത് വരുമ്പോൾ തന്നെ എന്ത് മണമാണെന്നറിയോ? ഈ ഒരു രക്ഷയില്ലാത്ത മണമാണ്. ഈ നാടൻ വിഭവങ്ങളുടെ സ്വാദൊന്ന് വേറെ തന്നെയാണ്. നമ്മൾ ഒരു മായവും ചേർക്കാണ്ട് കറക്റ്റായിട്ട് നമ്മൾ ഹോം മെയ്ഡായിട്ട് ചെയ്യുക. വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഹോട്ടൽസിൽ പോയി കഴിച്ചാൽ അത്രയും കിട്ടില്ല, റെസ്റ്റോറൻറ്റ്സിൽ. കറക്റ്റായി കളറ് നല്ല കരുകരുപ്പായിട്ട് ഗോൾഡൻ ബ്രൗൺ. എരിശ്ശേരിയുടെ നോക്കൂ, സെറ്റായിരിക്കണം. ചക്കക്കുരു എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നമ്മുടെ പച്ചമാങ്ങ പച്ചടി. പച്ചമാങ്ങയൊക്കെ അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്, തോടൊക്കെ. ഒരുപാട് പുളിയുള്ള മാങ്ങ എടുക്കരുത്, മീഡിയം പുളിയുള്ള മാങ്ങ. പക്ഷെ ആ ഒരു പച്ച മാങ്ങയുടെ പച്ചടിയുടെ ഒരു ചെറിയ പുളിയും എരിശ്ശേരിയും ഭയങ്കര കോമ്പിനേഷനാണ്. പിന്നെ പലരും പല രീതിയിലാണ് പച്ചടി ചെയ്യുന്നത്. വൈറ്റ് കളറിലെ പച്ചടി ഉണ്ടാകും. അത് പച്ചമുളക് മാത്രം അരച്ചിട്ട്, തേങ്ങ, പച്ചമുളക്, ജീരകം, കൊച്ചുള്ളി, അതിൻ്റെ കൂടെ കടുക് പൊട്ടിക്കും. ഞാനും അങ്ങനെ തന്നെ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് കളറൊരു ഓറഞ്ച് കളർ കിട്ടണം എന്നാണ് ആഗ്രഹം. അതുകൊണ്ട് മുളക് പൊടി ചേർത്തിട്ടായിരിക്കും അരപ്പുണ്ടാക്കാൻ പോണത്. അപ്പോൾ ഒന്ന് അരിഞ്ഞെടുക്കാം.
ഇപ്പോൾ മാങ്ങ അരിഞ്ഞ് കഴിഞ്ഞു. ഇനി ഒരു കഷ്ണം കഴിക്കാം. അപ്പം പച്ചമാങ്ങ കൈ കിട്ടിയാൽ നമ്മൾ കഴിക്കാതെ എങ്ങനെയാണ് കുക്ക് ചെയ്തത്? ആഹാ, നല്ല പുളി. നല്ല മീൻസ് ഭയങ്കര പുളിയല്ല, സുഖകരമായൊരു പുളി. ഇതാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് വേവിക്കാനായിട്ട് ചട്ടിയിലേക്ക് മാറ്റാം. ഇതൊരു പച്ചമാങ്ങ, ഒരു മീഡിയം സൈസ്. ഇനി വേകാൻ ആവശ്യമുള്ള വെള്ളം. ഇനി നമ്മുടെ പച്ചടിക്ക് വേണ്ട അരപ്പും കൂടി എടുക്കാം. ഇതിപ്പോൾ 1 കപ്പ് തേങ്ങയുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നു. അപ്പോൾ ഓറഞ്ച് റെഡ് കളറാണ് നമുക്ക് വേണ്ടത്, പച്ചമുളകല്ല. പിന്നെ ഒരു 3 കൊച്ചുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം. ഇനി കുറച്ച് കടുക് കൂടി ചേർക്കണം. അത് നമുക്ക് അവസാനം ഒന്ന് ഉടച്ച് ചേർത്താൽ മതി, പൊട്ടിയാൽ മതി. അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അരച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചേർത്താൽ മതി. ഒരു ടീസ്പൂൺ കടുക് ഇങ്ങനെ സൈഡിൽ ഇരിക്കട്ടെ, അത് ലാസ്റ്റ് ഉടച്ച് ചേർക്കാം. പച്ചടിക്ക് വേണ്ട അരപ്പ് അരച്ചെടുക്കാം. ഇത് അത്യാവശ്യം നല്ല അരയണം. ലാസ്റ്റ് നന്നായിട്ട് അരഞ്ഞ് കഴിഞ്ഞിട്ട് എടുക്കുന്നതിന് തൊട്ട് മുന്നേ മാത്രം ഈ കടുകിൻ്റെ ഈ ഭാഗം കൂടി ഇട്ടിട്ട് ഒന്ന് ഉടഞ്ഞാൽ മതി. 2ആയിട്ട് പിളർന്ന് കിട്ടിയാലോ. അങ്ങനെ അരഞ്ഞ് ഒരുപാട് അങ്ങോട്ട് അരയണ്ട. കടുക് പാത്ത് ഇത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരയ്ക്കും, പേസ്റ്റ് പോലെ. ഇത് നോക്കിയാൽ ഈ രീതിയിൽ അരഞ്ഞു കഴിഞ്ഞു, പേസ്റ്റായിട്ട് ചമ്മന്തിക്കൊക്കെ അരയ്ക്കുന്ന പോലെ. പിന്നെ ഇതിലേക്കാണ് കടുക്. ഈ സ്റ്റേജിലാണ് കടുക് ഇടുന്നത്. ഒരടി അടിച്ചാൽ മതി. നമ്മുടെ പച്ചടി, മാങ്ങ പച്ചടിയുടെ അരപ്പ് ഇവിടെ റെഡി. പച്ചമാങ്ങ പച്ചടിയുടെ പച്ചമാങ്ങ ഇവിടെ വെന്ത് കഴിഞ്ഞത്. ഇതിൻ്റെ അരപ്പിടാൻ പോണു. ആയിട്ട് വെന്തിട്ടുണ്ട്. മാങ്ങ കണ്ടു കഴിഞ്ഞാൽ കുറച്ചേ ഉള്ളൂ, പക്ഷേ ആവശ്യത്തിനുള്ള പുളി നമുക്കിത് കിട്ടും. അരപ്പും കൂടി ചേർക്കാം. അരപ്പ് ഞാൻ കുറച്ച് കൂടുതലാണ് ചേർക്കുന്നത്, പക്ഷെ അത്രയും വേണം. ഇനി ചെറിയ രീതിയിൽ കിടന്നിട്ട് ചെറിയൊരു തള വന്നാൽ മതി. ഹലോ, കട്ട് ചെയ്താൽ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇത് ഏകദേശമായി. ചെറിയൊരു പതാ പോലെ ഇങ്ങനെ തള വന്നാൽ മതി, തിളച്ച് മറിയേണ്ട ആവശ്യമില്ല. ഏകദേശമായി കഴിഞ്ഞു. ഇത് പൊട്ടി വരുന്ന സമയത്ത് തന്നെ തീ ഓഫ് ചെയ്യും. പച്ചച്ചുവയൊക്കെ മാറും. ഇനി താളിച്ചൊഴിച്ചാൽ മതി. റെഡി. കുറച്ച് വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ. എണ്ണ ചൂടായി. ഒരു ടീസ്പൂൺ കടുക്. ഇതിനകത്ത് നമ്മൾ കുറച്ച് കൊച്ചുള്ളിയും കൂടി ചേർത്താണ് താളിക്കുന്നത്. കടുകെല്ലാം പൊട്ടി തുടങ്ങി. ഇനി ഇതിലേക്ക് കൊച്ചുള്ളി, 4 കൊച്ചുള്ളി ഉണ്ട്. കറിവേപ്പില ആവശ്യാനുസരണം. ഏകദേശം മൂത്ത് റെഡിയായി വരുമ്പോൾ പച്ചമുളകും കൂടി ചേർക്കാം. ഒരു 3-4. ഇങ്ങനെ ഉള്ളിയിട്ട് താളിച്ച് ഒഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. പച്ചടിക്കും കിച്ചടിക്കും എല്ലാം സ്പെഷ്യൽ ടേസ്റ്റാണ്. കഴിഞ്ഞു. സ്ട്രെയിറ്റ് പച്ചടിയുടെ മേലേക്ക്. അടിപൊളി. താളിപ്പെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ചക്ക എരിശ്ശേരിയുടെ കാര്യവും അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടി മിക്സായി വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ശരിക്കും കിട്ടുന്നത്. എന്ത് ടേസ്റ്റ് അറിയോ? ഇതൊക്കെയാണ് കഴിക്കേണ്ട ഭക്ഷണം. തനി നാടൻ. ഓക്കെ, റെഡി. തീയിൽ ഓൾറെഡി ഞാൻ ഇളക്കി കഴിഞ്ഞു. എണ്ണയൊക്കെ തെളിഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ടോ? ഭയങ്കര രസമായിട്ട്. ഇരുന്ന് കുറച്ചുകൂടി ഒന്ന് കുറുകിയിട്ടുണ്ട്. എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ എന്താ ടേസ്റ്റ്. യെസ്,
നമ്മുടെ തനി നാടൻ വിഭവങ്ങളൊക്കെ ഇവിടെ മേശപ്പുറത്ത് എത്തിക്കഴിഞ്ഞു. പിന്നെ കഴിച്ചാൽ മാത്രം മതി, ടേസ്റ്റ് അറിയണ്ടേ. നോക്കിയേ, നല്ല വെള്ളച്ചോറാണ് ഇന്ന്, പൊന്നിയരിയുടെ ചോറ്, അല്ലെങ്കിൽ സുലേഖ അങ്ങനത്തെ ആയാലും കുഴപ്പമില്ല. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ചമ്പാവരി ആകാം. ഇതൊക്കെ തീയൽ, പരിപ്പ് തീയൽ, പരിപ്പ് ഉള്ളിയും കൂടിയുള്ള തീയൽ, ചക്ക എരിശ്ശേരി, ആഹാ എന്താ ടേസ്റ്റ്. പിന്നെ നമ്മുടെ പച്ചമാങ്ങ പച്ചടി. ഞാൻ തയ്യാറാക്കുന്ന കാണാത്തൊരു കാര്യം കൂടെ കാണിച്ചു തരാം. ഇത് അയല മീൻ്റെ തലയാണ്, തലക്കറി. ഇത് നിങ്ങൾ കണ്ടിട്ടില്ല ഇതിൻ്റെ മേക്കിംഗ്. ഇത് അയല മീനിൻ്റെ തലക്കറിയാണ്. ഇത് ഇന്നലെ ഉണ്ടാക്കിയതാണ്, ചട്ടിയിൽ തന്നെ വെച്ചിരുന്നു. അപ്പോൾ ആ ഒരു പ്രത്യേക രുചിയാണ് തലേ ദിവസത്തെ മീൻ തല എന്ന് പറയുമ്പോൾ. അയ്യോ രക്ഷയില്ല. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ഇപ്പോൾ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. ചോറ് ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി വിളമ്പാവുള്ളൂ, നോക്കിക്കോളൂ. ഒരല്പം റൈസ്, ഓക്കെ, ഇത്രയും മതി. ഇപ്പം അങ്ങനെയാണ് കഴിക്കുന്നത്. ചോറിൻ്റെ അളവൊക്കെ വളരെ മിതപ്പെടുത്തിയിട്ടുണ്ട്. ആഹാ, ചക്ക എരിശ്ശേരി അതിനകത്ത് ഇരുന്ന് കുറച്ചുകൂടി അങ്ങ് കട്ടിയായി കേട്ടോ. കുറച്ചുകൂടി ലൂസായിട്ട് വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും. അതിൻ്റെ കോംബോ എന്ന് പറയുന്നത് ഇതാ, അതിലേക്ക് തന്നെ ഇങ്ങനെ ഒഴിക്കണം. പച്ചമാങ്ങ പച്ചടി. നമ്മുടെ മീൻ തലയെടുത്ത സൈഡിൽ വയ്ക്കുന്നു. അയലത്തലക്കറി, ഉള്ളി പരിപ്പ് തീയൽ. അതിപ്പോൾ ഒരു തൊടുകറിയെക്കാട്ടിലും കൂടുതലായിട്ട് ഒഴിച്ചു കറി പോലെ കുറച്ച് ലൂസായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഈ തനി നാടൻ ലഞ്ച് കഴിക്കാൻ തോന്നുന്നുണ്ടോ? അയല മീൻ തലക്കറി, മുളക് കറിയാണ്, അതായത് പുളിക്കറി. പിന്നെ ഞാനിപ്പോൾ എങ്ങനെ എവിടെ നിന്ന് തുടക്കണമെന്ന് എനിക്കറിയില്ല. ഇത് നോക്കട്ടെ, ആദ്യം ഞാൻ തീയലിൻ്റെ ടേസ്റ്റ് പറയാം. പരിപ്പ് തീയൽ, പരിപ്പുള്ളി തീയൽ വിത്ത്. അപ്പോൾ പച്ചക്കറികളൊന്നും ഇല്ലെങ്കിലും നമുക്ക് തീയൽ ഉണ്ടാക്കാമല്ലോ. നല്ല വെള്ളച്ചോറിൻ്റെ കൂടെ ആഹാ, ഇത് മാത്രം മതി, ഒരു പറ ചോറുണ്ട്. ഇനി നമ്മുടെ ചക്ക ആൻഡ് പച്ചമാങ്ങ പച്ചടി കോമ്പിനേഷൻ നോക്കിക്കോളൂ. ഇത് മാത്രം മതി കേട്ടോ, ചോറിൻ്റെ ആവശ്യമില്ല. ഇതൊരു മെയിൻ ഫുഡായിട്ട് നമുക്ക് ലഞ്ചിന് കഴിക്കാം. ഇതിൻ്റെ ആ പച്ചമാങ്ങ പച്ചടിയുടെ ഒരു പുളിയും ആഹാ, എന്ത് ടേസ്റ്റാണ്. രക്ഷയില്ലാത്ത കോമ്പിനേഷനാണ്. ചക്ക വിത്ത് ദിസ്, ചക്ക എരിശ്ശേരി. ഇതൊക്കെ ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ കാര്യമാണ്. ഇപ്പോൾ ചക്ക കിട്ടുന്ന സീസണാണ്, മാങ്ങ കിട്ടും, ബെസ്റ്റാണിത്. ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ചിലർക്കെങ്കിലും തോന്നില്ലേ ചക്കക്കുരു വേകുമോ എന്ന് വെച്ചാൽ വേഗം, നന്നായിട്ട് വേഗം. ആ സമയം കൊണ്ട് ചക്ക കുറച്ചുകൂടി നന്നായിട്ട് വേഗം, അപ്പോൾ കുഴഞ്ഞ് കിട്ടും. ഞാൻ ചോറും തീയലും കഴിക്കണമോ എരിശ്ശേരിയും പച്ചടിയും കഴിക്കണമോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. ഇതൊന്നും പോരാത്തതിന് അതെ അയലത്തല. അയല എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫേവറേറ്റ് ഫിഷാണ്, മൈ ഫേവറേറ്റ് ഫിഷാണ് അയല. അത് എൻ്റെ പുളിക്കറി വിത്ത് മൈ ചോറ്, അത് വേറെ ലെവൽ. അപ്പം നോൺ വെജൊക്കെ കഴിക്കുന്നവർക്ക് ഇങ്ങനെ കോംബോ ആകാം, പ്യുവർ വെജിറ്റേറിയൻസിന് ബാക്കി കാര്യങ്ങളും ആകാം. അപ്പോൾ ഞാനിതൊന്ന് കഴിച്ച് തീർക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ടേസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കുക. ഈ മെത്തേഡിൽ തന്നെ ഈ റെസിപ്പീസൊക്കെ പറ്റുമ്പോഴൊക്കെ ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കട്ടെ നമ്മുടെ ഈ ഒരു കുക്കിംഗ് വ്ളോഗ്, അല്ല പ്യുവർ തനി നാടൻ വിഭവങ്ങൾ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കമൻറ്റ് ബോക്സിലേക്ക് വരാൻ മറക്കണ്ട. ലവ് യു ഓൾ.